കലാഭവൻ മണി നമുക്കെല്ലാം പ്രിയപ്പെട്ട കലാകാരൻ 2016 മാർച്ചിലാണ് അദ്ദേഹം മരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പിന്നീട് പല ബജറ്റുകളിലും സ്മാരകം നിർമ്മാണത്തിനായി നിരവധി തുക മാറ്റിവെച്ചു. പക്ഷേ ഒന്നും നടപ്പായില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ കലാകാരന്മാർക്കും സാംസ്കാരിക കേരളത്തിന് ഒരുപോലെ പ്രതിഷേധമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ നമ്മോട് പ്രതികരിക്കാൻ എത്തിയിട്ടുണ്ട്. ഏതൊക്കെ ബജറ്റുകളിലാണ് എത്ര രൂപ ഇതിനകം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്? ചേട്ടൻ മരിച്ചിട്ട് ഇപ്പം ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ആദ്യത്തെ ബഡ്ജറ്റ് ഏകദേശം 2017 കാണും. ആ ബഡ്ജറ്റിൽ തന്നെ ഒരു 50 ലക്ഷം രൂപ ആദ്യം വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് കുറേയും കൂടെ എക്സ്റ്റൻഷൻ ചെയ്ത് സജി ചെറിയാൻ സാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു 3 കോടി അടുപ്പിച്ച് ബഡ്ജറ്റിൽ വകയിരുത്തി. അത് കഴിഞ്ഞ് ആളിവിടെ ചാലക്കുടി സന്ദർശിക്കാൻ വന്നപ്പോഴാണ് നേരത്തെ വച്ചിരുന്ന സ്ഥലത്തു നിന്നും കുറേയും കൂടെ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് കുറേയും കൂടെ വൈഡായിട്ട് ഇപ്പോൾ കേവലം ഒരു സ്മാരകം എന്ന് പറയുന്ന ഒരു പ്രതിമ മാത്രമല്ല ഉദ്ദേശിച്ചത്. അത് നല്ലൊരു വിഭാവനം തന്നെയായിരുന്നു. ഇപ്പം ഒരു നാടൻപാട്ട് കലാകാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഫോക്ലോറുമായി ബന്ധപ്പെട്ട് ഒരു പഠിതാക്കൾക്ക് കൂടെ ഗുണം ചെയ്യുന്ന ഒരു സ്മാരകമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറുതെ ആരും കയറി പോകാൻ പറ്റാത്ത വെറുതെ ഒരു പ്രതിമയല്ല ഉദ്ദേശിക്കുന്നത്. ഭാവി കലാകാരന്മാർക്കും കൂടെ ഉപകാരപ്രദമാകുന്ന ഒന്നായിരുന്നു വിഭാവനം ചെയ്തത്. പക്ഷേ വിഭാവനങ്ങളൊക്കെ നന്നായിരുന്നു. നമ്മളത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. ഒരു കാര്യം പറയട്ടെ, നമ്മളിത് ആരും ആവശ്യപ്പെട്ടിട്ടല്ല ഇത് കൊണ്ട് പ്രഖ്യാപിച്ചത്. ഇത് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. പക്ഷെ നാളിതുവരെ ആയിട്ട് ഇപ്പോൾ ഈ മാർച്ച് 6-ന് ചേട്ടൻ മരിച്ചിട്ട് 8 വർഷം ആവുകയാണ്. ഇതുവരെയും അത് യാഥാർത്ഥ്യമാവാത്തതിൽ നമുക്ക് ഇനിയൊരു പ്രത്യാശ ഉണ്ടോ? കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ ഭരണം ഇനിയിപ്പോൾ അവസാനിക്കാൻ കേവലം കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനിയും നമ്മളിതിനിടയ്ക്ക് ഒരു പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ഈ സമരത്തിൽ പെട്ടെന്ന് തന്നെ ഇത് ശ്രദ്ധ പിടിക്കുകയും നിങ്ങൾ ചാനൽസുകളെല്ലാം കവർ ചെയ്ത് അത് ശ്രദ്ധയിൽപ്പെടുത്തി കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ഒരു പത്രപ്രസ്ഥാനങ്ങൾ വന്നു. ഉടനെ തന്നെ ഏകദേശം എന്താ പറയുക, ഡിസംബറിൽ തന്നെ പിന്നെ തറക്കല്ലിടും എന്ന് ഫോക്ലോർ അക്കാദമിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഫോക്ലോർ അക്കാദമിയുടെ ഇടപെടലുകളൊന്നും നല്ല രീതിയിൽ പോകുന്നില്ല എന്നാണ്. എത്ര ബജറ്റുകളിൽ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്? എത്ര രൂപയാണ് എത്ര മാറ്റി വെച്ചിരുന്നത്? ഏതൊക്കെ ബജറ്റ്? ഏകദേശം ഒരു 3 ബഡ്ജറ്റിൽ വരികയും 3 കോടിയുടെ അത്രയും രൂപ ഇതിനായി മാറ്റി വെച്ചതായി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രമാത്രം ഇത് മാറ്റി വെച്ചിട്ടുണ്ടെന്നോ അതിൻ്റെ വാസ്തവികത എത്രയെന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രഖ്യാപനങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ വന്നതൊക്കെ അനുസരിച്ച് ഏകദേശം 3 കോടി രൂപയോളം ഉണ്ടെന്നാണ് അറിയുന്നത്. കലാഭവൻ മണി എനിക്ക് തോന്നുന്നു EP ജയരാജനൊക്കെ മത്സരിക്കുന്ന സമയത്ത് അവിടെ പോയി പ്രചാരണം, ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഒരു അറിവ്. എന്നിട്ടും ഈ 3 ബജറ്റുകളിലായിട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും ഒരു അനുകൂലമായ ഒരു പദ്ധതിയിലേക്ക് കടക്കുന്നില്ല എന്നതാണോ ഇപ്പോൾ പരാതി? ഞങ്ങളെല്ലാവരും കുടുംബസഹിതം ഇടതുപക്ഷക്കാരാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ ഇത് എന്താ വെച്ചാൽ ഇത് കേരളത്തിൻ്റെ ഒരു പൊതുസ്വത്താണ് കലാഭവൻ മണി. ചേട്ടൻ പോയ വികാരം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു വികാരം എല്ലാവർക്കും ഉണ്ടാവും. അതും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഈ പാർട്ടിക്കും ഉണ്ടാവുമെന്നാണ് ശുഭപ്രതീക്ഷകൾ. ഈ പാർട്ടി ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ഭരണം കഴിയാൻ 2026-ലാണ് പറഞ്ഞത്. അതിനിടയിലെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മാർച്ച് 6-ന് മുമ്പ് ചേട്ടൻ്റെ പേരിൽ അത് തറക്കല്ലിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫെബ്രുവരി 6-ന് തന്നെ ഞാനിതൊന്ന് ഇപ്പോൾ ഈ ഇടക്കാല ബഡ്ജറ്റ് വന്നപ്പോഴാണ് ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വന്നത്. അതിലൊന്നും ഒരു സാംസ്കാരിക രംഗത്തെക്കുറിച്ച് യാതൊരു ഇതുമില്ല. പ്രത്യേകിച്ച് ഇത് മാത്രമല്ല, ചേട്ടൻ്റെ സാംസ്കാരിക രംഗത്ത് സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവൽ വരികയാണെങ്കിൽ ചേട്ടൻ്റെ ഒരു സിനിമ പോലും പ്രദർശിപ്പിക്കാറില്ല. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലൊരു മാറ്റി നിർത്തലുകളുണ്ടോ? കാരണം ചാലക്കുടിയിൽ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. പലതും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. റോഡുകളായാലും വഴികളായാലും സ്റ്റേഡിയങ്ങളായാലും അല്ലെങ്കിൽ മഹത് വ്യക്തികളുടെ പേരിലുള്ള ആശുപത്രികളായാലും എല്ലാം ഇവിടെ പ്രഖ്യാപനം കഴിയുകയും അതൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പക്ഷേ കലാഭവൻ മണിയുടെ പേരിൽ വരുന്ന കാര്യങ്ങൾ മാത്രം മാറ്റിവെക്കപ്പെടുന്ന ഒരു വിവേചനം ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലുമില്ല. കാരണം ആദ്യം ഇത് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷിച്ചു. പക്ഷേ ഈ എന്താ പറയുക, ഇനി അടുത്തൊരു ഇലക്ഷൻ വരാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ വരെ ആയിട്ടും ഒരു 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ട് പോലും ഇത് വരാണ്ടായപ്പോൾ വളരെയധികം വിഷമമുണ്ട്. ഇനി വീണ്ടും ഒരു പ്രതിഷേധ സമരത്തിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടോ? ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് വീണ്ടും അവരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് വരുന്നുള്ള പ്രതീക്ഷയാണ്. കാരണം എപ്പോഴും പ്രതിഷേധിക്കാനായിട്ട് എന്താ പറയുക, പ്രതിഷേധിക്കാൻ മാത്രമായൊരു കുടുംബം എന്നൊരു പേരാവും. അതുകൊണ്ട് ഈ ഒരു ചർച്ചയിലൂടെ തന്നെ ഇത് തീരുമാനമുണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ഏതായാലും നമുക്ക് കലാഭവൻ മണി മരിച്ചതിന് ശേഷം ഇവിടെ എത്തിച്ചേർന്ന ജനസഞ്ചയം തന്നെ കലാഭവൻ മണിക്ക് കേരളം നൽകുന്ന ആദരവിനുള്ള വലിയ ഒരു തെളിവായിരുന്നു. പക്ഷേ ആ മരണശേഷം തുടർന്ന് നടന്ന പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വെളിച്ചം കണ്ടില്ല, ലക്ഷ്യത്തിലെത്തിയില്ല. ഇതിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാമകൃഷ്ണൻ നമ്മോട് പങ്കുവച്ചത്. ഈ ഒരു സർക്കാർ കഴിയുന്നതിന് മുൻപെങ്കിലും
ഇത്തരത്തിലൊരു സ്മാരകം, ഒരു ഉചിതമായ സ്മാരകം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് വീട്ടുകാർക്ക്, അതുപോലെ തന്നെ സാംസ്കാരിക കേരളത്തിനും. വീഡിയോ ജേർണലിസ്റ്റ് ബിജുവിനൊപ്പം റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.